ഇന്ന് 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു കേട്ടോ. ഏട്ടന് നേരത്തെ പോകണമായിരുന്നു, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. പിന്നെ എനിക്കും നേരത്തെ എണീച്ച് ജോലിയൊക്കെ തീർത്തിട്ട് വേണം. 8 മണിയാകുമ്പോഴേക്ക് ബസ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അച്ഛനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് പുറപ്പെട്ട് ചായയൊക്കെ കുടിച്ച് 8 മണിക്ക് തന്നെ ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സൗന്ദര്യ, ഹേമ, സുമിത, അങ്ങനെ കുറേ ആളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി എല്ലാവരും കൂടെ വരുമ്പോഴേക്ക് തന്നെ 8:30 ആയിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഏട്ടൻ്റെ യൂണിറ്റിലെ ബസ്സിൽ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വേറൊരു ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറിയിട്ടോ. നമ്മൾ ടൂറൊക്കെ പോകുന്നൊരു ഫീലായിരുന്നേ. അങ്ങനെ ബസ് എടുത്ത് നച്ചു പിന്നെ ഒക്കെ ഏട്ടൻ തലേ ദിവസം തന്നെ ബിസ്ക്കറ്റും അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഞാൻ എടുത്തതിനെ കൊണ്ട് ബസ്സിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവൾ 2ാമത്തെ പ്രാവശ്യമാണ് ബസ്സിൽ കയറുന്നത്. ബസ്സിൽ അങ്ങനെ ഇതുവരെ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബസ് താഴത്തൂടെയൊക്കെ പോകുമ്പം ഭയങ്കര ഇഷ്ടമാണ്. ബസ് എനിക്ക് ബസ്സിൽ കയറണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അവൾക്കൊരു സീറ്റ്, ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീറ്റിൽ അവളിരുന്ന്, ഒരു സീറ്റിൽ ഞാനിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ യൂണിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പോകുന്ന വഴിയിലൂടെ ഒത്തിരി പേര് കല്യാണപ്പരയിലേക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു റോഡ് മേൽ നിൽക്കുന്നത്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോകും. അങ്ങനെ അവരാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ വാർപ്പിൻ്റെ പണിക്കൊക്കെ ഇല്ലേ 300 രൂപയൊക്കെ കൂലിയുള്ളൂ. വെറുതെ എല്ലാവരും നമ്മളെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ യൂണിറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപാട് തന്നെ ഇത് സൗന്ദര്യൻ്റെ ഹസ്ബൻഡാണ് പുറത്ത് നിൽക്കുന്നത്. അവർക്ക് ഗേറ്റിലായിരുന്നു തോന്നുന്നു ഡ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ ഏട്ടനങ്ങനെ നോക്കി നിൽക്കരുത്. ഏട്ടൻ പറയും, പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അമ്മമാർ PTA മീറ്റിങ്ങിന് വരില്ലേ, അതുപോലെയാണ് നിങ്ങൾ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴാണ് പതാക ഉയർത്തിയതും പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഏട്ടൻ്റെ ഗണ്ണിനെ കൊണ്ടുള്ള എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പരേഡ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കമ്പവലി ഉണ്ടായിരുന്നു. പിന്നെ പെണ്ണുങ്ങളെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കപ്പിൾസ് ഗെയിം, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. ഞാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഏട്ടൻ കുറേ പറഞ്ഞു ഞാൻ കസേര കളിക്ക് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഏട്ടനാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. अपने राष्ट्रध्वज तथा राष्ट्रगान के सम्मान में हम सभी अपने स्थान पर खड़े रहेंगे। अधिनायक जय हे भारत भाग्य। आप लोग अपने स्थान को ग्रहण कर सकते हैं। महाप्रबंधक प्रचालन युवा संरक्षण व प्रभारी अधिकारी जेल बबुरिया श्री अजय दत्ता जी एवं श्रीमती गुप्ता यहाँ मौजूद।
great nation, a day that reminds us of the adoption of Indian create the foundation for a democratic, sovereign and secular India, guaranteeing justice, liberty. अपने इन जवानों का हम तालियों के साथ करतल ध्वनि में स्वागत करेंगे। ആജി കാണിച്ചു ഇവിടെ ഇരുന്നോ പപ്പ ഇതോടെ ആജി കാണിച്ചു ചെല്ലു Mama. Ada apa? लक्ष्य पानी पीना है। खाने बाजार से सब പപ്പയുടെ ഉണ്ട് देख बराबर देख അങ്ങനെ ഏട്ടൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സൗന്ദര്യേൻ്റെ മോളാണ് കേട്ടോ. നല്ലോണം ഡാൻസൊക്കെ കളിക്കും. പിന്നെ ചോട്ടയില്ല, അപ്പുറത്ത് ചോട്ടയും സൗന്ദര്യേൻ്റെ മോളാണ്. പിന്നെ ഇതെൻ്റെ മോളാണ്. അങ്ങനെ അവരെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ പാട്ട് ഏടാക്കിയിട്ടില്ല, കാരണം കോപ്പി റൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അവൾ പാട്ട് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന, പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് പിന്നെ ഞങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നടന്ന് കുറച്ച് സമയം അതിലൂടെയൊക്കെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ മയിലൊക്കെ ഉണ്ടാകാറുണ്ടെന്ന്, പക്ഷേ ഈ ടൈമിൽ മയിലില്ലായിരുന്നു കേട്ടോ. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ എന്തൊക്കെയൊക്കെയോ കളികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നച്ചൂനെ ഏട്ടനെ അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുറേ ഒത്തിരി പേരുള്ള സ്ഥലത്ത് നിൽക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നതൊക്കെ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പോയത് 2 കല്യാണത്തിന്. ഈ ഒരു 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ കൂടിയിട്ടുള്ളത് 2 കല്യാണത്തിന്. നച്ചു ആണെങ്കിൽ ഇതുവരെ കല്യാണം എന്താന്ന് പോലും കണ്ടിട്ടില്ല.
അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളിങ്ങനെ ഇവിടെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അവൾക്ക് ഒത്തിരി പേരൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ പിന്നെ ഇതെന്തോ ബോൾ കൊണ്ടുള്ള എന്തോ കളിയാണ് കേട്ടോ. അവൾക്ക് പിന്നെ കുറച്ച് സമയം അവൾ അവിടെ തന്നു, പിന്നെ അങ്ങ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പപ്പേൻ്റെ അടുക്ക പോട് ദൂ പിടിച്ച്. ഞങ്ങൾ കുറേ പേര് നോക്കിയത്, ഞങ്ങളൊന്നിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സോൾജർ ഡ്രസ്സ് ഇട്ടത് ഹേമേൻ്റെ മോനാണ് കേട്ടോ. അവിടെ ഒരു മണ്ണിൽ കിടന്ന് ഉരുട്ടിട്ട് മൊത്തത്തിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഡ്രസ്സിലൊക്കെ. പിന്നെ ഉണ്ടായത് സ്ത്രീകളെ ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. ക്രിക്കറ്റ് കളി എന്നൊന്നും പറഞ്ഞുകൂടെ, ബോൾ എറിഞ്ഞിട്ടുള്ള എന്തോ സംഭവമാണ് കേട്ടോ. ക്രിക്കറ്റല്ല, ബോൾ എറിഞ്ഞിട്ടുള്ള. കഴിഞ്ഞ പ്രാവശ്യം ക്രിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ക്രിക്കറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ചെന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ സമൂസയും ലഡുവും അതേപോലെ തന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമൂസ എത്ര കണക്കിന് സമൂസ ഉണ്ടായിരുന്നു, ഒത്തിരി വലിയൊരു പെട്ടീൻ്റെ അകത്ത സമൂസ കൊട്ട തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ സമൂസ അല്ല, ഇവിടുത്തെ സമൂസ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു പെരിഞ്ജീരകം എന്തോ ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു സമൂസ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെ ഈ ഒരു സ്പൂണിൽ നാരങ്ങ വെച്ചിട്ടുള്ള ആ ഒരു കളിയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അച്ഛനെ അതിന് കൊണ്ടുപോയി ആക്കിയിട്ടിട്ട് അവൾ ഇവിടെ നിന്ന് അതിന് പോകണം എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിൽ. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു വാ പോവാ, അങ്ങനെ അവിടെ കൊണ്ടുപോയതാണ്. സ്പൂണ് പിടിക്കാനൊന്നും അവൾക്കറിയില്ല, പക്ഷേ എങ്കിൽ അവൾ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പൂണ് വായിൽ വെച്ച് അമർത്തി കടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് വീണു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നാരങ്ങ അങ്ങ് വീണു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പങ്കെടുത്തിട്ടുണ്ട്. इन सुनहरे पलों को इतिहास में दर्ज करवाने के लिए आ रहे हैं गेल इंडिया के छोटे प्यारे बच्चे, तालियों की गूंज के साथ छोटे प्यारे बच्चों का। बहुत ही चल रहा है, सही है, आएगा। പിന്നെ ഇതാ കമ്പവലീൻ്റെ സമയമായിട്ടോ. കമ്പവലിയാണ്. കമ്പവലിക്ക് ഏട്ടൻ്റെ ടീമൊക്കെയാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിറന്യാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്രാവശ്യം വിറന്യ ജയിച്ചേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ക്യാമറയിൽ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടേക്ക് ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഉണ്ടായത്. सभी लोग मेरी बात ध्यान रखेंगे। इस मुकाबले में 3 बार मुकाबला होगा और बेस्ट ऑफ 3
സമയം ബസ് നിന്നിട്ട്. ഇതാണ് കേട്ടോ ചോറും കറികളും. പൂരിയുണ്ട്, ചോറുണ്ട്, കടലേൻ്റെ കറിയുണ്ട്, പിന്നെ തൈര് സാദം ഉണ്ട്, പിന്നെ ക്യാരറ്റിൻ്റെ ഹൽവയുണ്ട്, പിന്നെ കോളിഫ്ലവറും പിന്നെ എന്തൊക്കെയോ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായിരുന്നു ഉച്ചയ്ക്കത്തെ ചോറും കറികളും ഒക്കെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഗാർഡനിലും അവിടെയൊക്കെ ഇരുന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.